ഓം നമ ശിവായ. ശിവനാമ ജപത്തിന് വളരെയേറെ മാഹാത്മ്യമുണ്ട്. സദാശിവ എന്ന നാമം ഉച്ചരിക്കുന്നവരെ പാപങ്ങൾ സ്പർശിക്കില്ല. ശ്രീ ശിവായ നമസ്തുഭ്യം എന്ന് പറയുന്നയാളുടെ മുഖം സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന തീർത്ഥത്തിന് സമാനമാണെന്നാണ് പറയുന്നത്. ആ മുഖം ദർശിക്കുന്ന മർത്യനും തീർത്ഥജന്യമായ ഫലം സിദ്ധിക്കും. പാപങ്ങളെ ഇല്ലാതെയാക്കുവാൻ ശിവനാമോച്ചാരണം സഹായിക്കുന്നു. ശിവനാമം ഉച്ചരിക്കുന്ന മാനവൻ പുണ്യാത്മാവാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലേ. ആ ദുഃഖങ്ങളിൽ നിന്നും കരകയറുവാൻ ശിവനാമം നമ്മെ സഹായിക്കുന്നു. ശിവനാമത്തിൽ മുഴുകിയിരിക്കുന്നവൻ ധന്യനാണ്. ശിവനാമം ജപിക്കുന്നതിൽ ആർക്കെല്ലാമാണോ വിശ്വാസമുള്ളത് അവരുടെ എല്ലാം ധർമ്മം ഫലപ്രാപ്തിയിലെത്തും. ബ്രഹ്മഹത്യാ പാപം ചെയ്തവൻ പോലും ശിവനാമ ജപത്താൽ ആ പാപത്തിൽ നിന്ന് മോചിതനാവുമെന്നാണ് വിശ്വാസം. ശിവനാമാമൃതം പാനം ചെയ്താൽ ശാന്തിയുണ്ടാവുന്നു. അവർക്കൊരിക്കലും പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. കാട്ടുതീയാൽ മരം കത്തിച്ചാമ്പലാവുന്നത് പോലെ ശിവനാമ ജപത്താൽ പാപജാലമെല്ലാം ദഹിക്കുന്നു. ജനന മരണങ്ങളുള്ള ഈ പ്രപഞ്ച ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ ശിവനാമം നമ്മെ സഹായിക്കും. മനുഷ്യൻ എത്രമാത്രം പാപം ചെയ്യുവാൻ കഴിയുമോ അതിനേക്കാളേറെ പാപനാശന ശക്തി ശിവനാമത്തിലുണ്ട്. ശിവനാമം ജപിക്കുന്നവർക്ക് ഭക്തിയും മോക്ഷവുമാണ് ലഭിക്കുന്നത്. ഇനി ഭസ്മധാരണ മാഹാത്മ്യം നോക്കൂ. ഭസ്മധാരണത്തിൻ്റെ ആ മാഹാത്മ്യം ഇപ്രകാരമാണ്. 3 വരെയായിട്ട് ഭസ്മം തൊടുന്നതിന് ത്രിപുണ്ഡ്രം എന്നാണ് പറയുന്നത്. ത്രിപുണ്ഡ്രം ശ്രദ്ധയോടുകൂടി ധരിക്കുന്നവർ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതരാകുമെന്നാണ് വിശ്വാസം. ഓം നമ ശിവായ എന്ന ഷടാക്ഷരം ഭസ്മധാരണത്തോടു കൂടിയാണ് ജപിക്കേണ്ടത്. വർണ്ണാശ്രമാചാരങ്ങൾ വെടിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് ആ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ത്രിപുണ്ഡ്രം എന്ന ഈ ഭസ്മധാരണം കൊണ്ട് സാധിക്കുന്നു. ഭസ്മധാരണം നടത്തിയാലും സംശുദ്ധരായി തീരും. പരമേശ്വരൻ ഭസ്മരൂപിയും ഭസ്മം ത്രൈലോക്യ പാവനവുമാണ്. അതുകൊണ്ട് തന്നെ ഭസ്മം ധരിക്കുന്നവനെ നിന്ദിക്കുന്നത് ശിവനിന്ദയ്ക്ക് തുല്യമാണ്. മധ്യാഹ്നത്തിന് മുൻപ് ജലം ചേർത്തും മധ്യാഹ്നത്തിന് ശേഷം ജലം ഇല്ലാതെയുമാണ് ഭസ്മലേപനം നടത്തുന്നത്. ത്രിനേത്രനും ത്രിഗുണാധാരനും ത്രിദേവജനകനുമായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പഞ്ചാക്ഷര ജപത്തോടു കൂടി നെറ്റിയിൽ ഭസ്മം ധരിക്കണം. പാപി പോലും ഭസ്മധാരണത്താൽ ശുദ്ധനായിത്തീരും. ത്രിസന്ധ്യയ്ക്ക് ത്രിപുണ്ഡ്രത്തെ ധരിക്കണം. ഭസ്മക്കുറി ധരിക്കുന്നവനെ താടനം ചെയ്യുന്നവൻ ചണ്ഡാലനാണ്. അറിഞ്ഞോ അറിയാതെയോ ഭസ്മധാരണം നടത്തിയാൽ തീർച്ചയായിട്ടും അവൻ പിന്നീട് പരിശുദ്ധനായിത്തീരും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹര ഹര മഹാദേവ.